ഓക്കെ, വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് സീക്വൻസ് ആൻഡ് സീരീസിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. തിയറിയുടെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഇത് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഇനി എല്ലാവർക്കും തിയറി അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തോളൂ. അപ്പം ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ഇത് സം ഓഫ് എൻ ടേംസ് ഓഫ് എൻ എ പി. സം അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചാനലിൽ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? അതിനകത്ത് ഒന്ന് ഇട്ട് കൊടുത്താൽ ഒന്നാമത്തെ ടേം, രണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേം അല്ല, ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടി നമ്പറിന്റെ സം ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് തൽക്കാലം ഒന്നാമത്തെ ടേം ഒന്ന് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ 6n² പ്ലസ് 12n അല്ലേ. അതിന് n ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കൂ. അപ്പൊ നമുക്ക് a1 കിട്ടി. a1 എത്രയാ? 12 പ്ലസ് 6 18 കിട്ടി അല്ലെ. ഇനി അടുത്തത് n ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കൂ. 2 ഇട്ട് കൊടുത്താൽ എന്താണ് കിട്ടുന്നത്? 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6 ഇൻറ്റു 4 24 വരും. അതേപോലെ 12 ഇൻറ്റു 2 24 വരും അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 പ്ലസ് a2 ആണ് നമുക്ക് എത്ര കിട്ടുന്നത്? 24 പ്ലസ് 24 48 കിട്ടുന്നത്. അതിൽ നിന്ന് a1 നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 48 നിന്ന് a1 അല്ല, a2 കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 48 നിന്ന് a1 മൈനസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അത് 18 മൈനസ് ചെയ്യുക. 30 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഫസ്റ്റ് ടേം കിട്ടി, സെക്കൻഡ് ടേം കിട്ടി അല്ലെ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്തെന്നാ? അപ്പൊ a1 എന്ന് പറയുന്നത് 18 കിട്ടി, a2 എന്ന് പറയുന്നത് 30 കിട്ടി. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി. ഓപ്ഷനിൽ നോക്കിയാൽ തന്നിരിക്കുന്നത് എന്തെന്നാണ്? nth ടേം അല്ലെ തന്നിരിക്കുന്നത്. nth ടേമിൽ എന്താ പ്രത്യേകത? ഒന്ന് ഇട്ട് കൊടുത്താൽ ഒന്നാമത്തെ ടേം കിട്ടണം, രണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേം കിട്ടണം. അതെവിടെയാണ് കിട്ടണം നോക്കിയാൽ പോരെ. ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾ ഒന്നിട്ട് കൊടുത്തേ. 3 ഇൻറ്റു 1 3 പ്ലസ് 6 എത്രയാ? 9 ആവണുള്ളൂ. പക്ഷെ നമ്മുടെ ഒന്നാമത്തെ ടേം എത്രയാ? 18. അപ്പൊ ഓപ്ഷൻ എ ഡിലീറ്റഡ്. അടുത്തത് ഓപ്ഷൻ ബി നോക്കുക. 12 ഇൻറ്റു 1 12 പ്ലസ് 6 18. ഓപ്ഷൻ ബി കിട്ടുന്നുണ്ട്, ഓപ്ഷൻ സിയും കിട്ടുന്നുണ്ട് അല്ലെ. 18 തന്നെ ഒന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിയോ എന്നിനോ അവർ ഒന്നിട്ട് കൊടുത്താൽ എന്താ ഉണ്ടാവുക? 8 4 12, നമുക്ക് 18 വേണം. അപ്പൊ ബിയോ അല്ലെങ്കിൽ സിയോ കൺഫേം ആയി. ഇനി അടുത്തത് അപ്പൊ ഒരെണ്ണം കൂടി നമ്മുടെ കയ്യിലുണ്ടല്ലോ, a2. ദാറ്റ് മീൻസ് 2 ഇട്ട് കൊടുത്താൽ 30 കിട്ടണം. അതും കൂടി ചെക്ക് ചെയ്താൽ പോരെ. 2 ഇട്ട് കൊടുത്താൽ 30 എവിടെ കിട്ടാ? 12 ഇൻറ്റു 2 24 6 30 അല്ലെ. ഇവിടെയാണ് അത് കിട്ടുന്നത്. ഇപ്പുറത്ത് കിട്ടുന്നുണ്ടോ? 6 ഇൻറ്റു 2 12 12 24 ഉള്ളൂ, കിട്ടുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയില്ലേ? ചെയ്ത രീതി എന്താന്നുള്ളത് ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് കേട്ടാ. ഇനി അടുത്തത് in an arithmetic progression if Sn denotes sum of n terms. Sn എന്ന് പറഞ്ഞാൽ സാധാ പോലെ സം ആണ്. S20 divided by S10 നമുക്ക് 3 തന്നേക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിലൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എന്താണ് S20 divided by S10 അല്ലേ? ഡെഫിനിഷൻ എന്താ? S20 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് n/2 into 2a plus n minus 1 into d അല്ലേ, where n equal to 20. So 20 divided by 2, n/2 into 2a plus n minus 1 എന്ന് പറയുമ്പോൾ 20 minus 1 19 കേട്ടാ. n minus 1 into d. d നമുക്ക് തന്നിട്ടില്ല. അല്ലെ താഴത്തതുപോലെ തന്നെ 10 divided by 2 2a plus n minus 1 പകരം 10 minus 1 9 d. ഓക്കെ അല്ലെ. ഇതില് കട്ട് ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് അവിടെ കട്ട് ചെയ്ത് ബാക്കി ആരൊക്കെ കിട്ടി? 2 into 2a plus 19d അല്ലെ. 2a plus 19d divided by 2a plus 9d. ഇത് എത്രയാണ് തന്നേക്കണ ചോദ്യത്തില്? 3 ആണെന്നല്ലേ തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ചോദ്യത്തില് അത് 3 ആന്ന് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടു. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുക. ഇനി എങ്ങനെയാ സോൾവ് ചെയ്തെടുക്കുക? മുകളിൽ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് അല്ലെ. അപ്പം 2 into 2 4a 19 into 2 എത്രയാ? 38. 38d എന്ന് പറയുന്നത് 3 into 2a plus 9d. അത് ഒന്നുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരാ? 6a plus 27d എന്ന് കിട്ടി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 2a കണ്ടുപിടിക്കാലോ. അതൊന്ന് മൈനസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 2a equal to 11d എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 2a equal to 11d കിട്ടി, അവിടെ നിർത്തി. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി വേണ്ടത് എന്താ ചോദ്യത്തില്? S30 divided by S20 അല്ലേ. അപ്പൊ അതൊന്ന് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. S30 divided by S20 equal to എന്താ വരാ? 30 divided by 2 into 2a plus 30 എന്ന് പറയുമ്പോൾ എന്താ വരാ? 29d അല്ലേ. 29d divided by താഴത്തോ 20 അല്ലേ. എന്ന് പറഞ്ഞാൽ 20 divided by 2 into
2a പ്ലസ് 19d. ഇതല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇതും നമ്മൾ നേരത്തെ പോലെ തന്നെ കട്ട് ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കട്ട് ചെയ്തു ഞാൻ. എനിക്കപ്പോ 3/2 മാത്രമായിട്ട് അവിടുത്തെ നമ്പർ. ഇനി അപ്പൊ അങ്ങനെ ഇത് 3/2 ഇൻറ്റു 2a പ്ലസ് 29d അല്ലേ? അതിലത്തെ ആ 2aക്ക് പകരം എനിക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 2aക്ക് പകരം എനിക്ക് 11d ഇട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ ഞാൻ അവിടെ 2aക്ക് പകരം 11d ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 11d പ്ലസ് 29d ഡിവൈഡഡ് ബൈ അടിയിലും അതേപോലെ 11d പ്ലസ് 19d എന്നിട്ട് കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? d ഒക്കെ ക്യാൻസൽ ആയി പോയിട്ട് 3/2 40d by 30d അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ 30 കിട്ടുന്നു. ക്യാൻസൽ ചെയ്യൂ. ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 2 is the answer. So ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? ഒരു സീക്വൻസ് ആണ് അല്ലെ? 6 x y and 24 നമുക്ക് തന്നിരിക്കുകയാണ് അല്ലെ? ഇവിടെ അരിത്തമാറ്റിക് സീക്വൻസിലുള്ള ഇതിൽ 24 എന്ന് പറയുന്ന എത്രാമത്തെ ടേമാ? 1 2 3 4 അഞ്ചാമത്തെ ടേം അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് 4d എന്ന് പറയുന്നതല്ലേ 24 എന്നുള്ളത്? ഓക്കെ അല്ലേ? അതിൽ a 6 ആണ് കേട്ടോ. അപ്പൊ 4d എന്ന് പറയുന്നത് നമുക്ക് 24 മൈനസ് 6 എന്ന് കിട്ടും. എത്ര 24 മൈനസ് 6 എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് a പ്ലസ് 4d ഈക്വൽ ടു 24 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് a പ്ലസ് 4d എന്ന് പറയുന്ന 24 ഉണ്ട്. അതിൽ എന്റെ വാല്യൂ 6 അല്ലേ? എങ്കിൽ d എന്ന് പറയുന്നത് എന്താ? 24 മൈനസ് 6 ഡിവൈഡഡ് ബൈ 4 അല്ലേ? 24 മൈനസ് 6 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ അത് 18 ഡിവൈഡഡ് ബൈ 4 ആണ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ 9/2 കിട്ടി. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എന്താന്ന് കിട്ടി? 9/2 ആണെന്ന് കിട്ടി അല്ലെ? എങ്കിൽ ആദ്യത്തെ ടേം 6 ആണ്. അപ്പൊ അടുത്ത ടേം എന്താ വരിക? ആദ്യത്തെ ടേം 6 ആണെങ്കിൽ പിന്നത്തെ ടേം 6 പ്ലസ് 9/2 ആണ് വരിക. പിന്നത്തതോ 6 പ്ലസ് 2 ഇൻറ്റു 9/2 അല്ലേ? നമ്മൾ അരിത്തമാറ്റിക്കിന്റെ പ്രകാരം a പ്ലസ് d a പ്ലസ് 2d a പ്ലസ് 3d ശരിയല്ലേ? അടുത്തത് എന്ന് പറയുന്നത് a പ്ലസ് അതായത് 6 പ്ലസ് 3 ഇൻറ്റു 9/2. ക്ലിയർ അല്ലേ? അപ്പൊ ഈ സാധനം നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് ആകെ എക്സും വൈ സെഡും മാത്രമല്ലേ വേണ്ടു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ 3 പേരെ മാത്രം എന്താ ഇങ്ങനെ ആഡ് ചെയ്തെടുക്കണേ. എത്ര സിക്സുകളുണ്ട് ഇവിടെ? 3 എണ്ണം ഉണ്ട്. സോ 3 ഇൻറ്റു 6 18 ഉണ്ട്. പിന്നെ പ്ലസ് ആരൊക്കെയാ? 9/2 ഉണ്ട്. പിന്നെ 18/2 ഉണ്ട്. 27 ഡിവൈഡഡ് ബൈ 2 ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 18 പ്ലസ് 27 അല്ലേ? എന്ന് പറഞ്ഞാൽ അത് എത്രയാ? 45. അപ്പൊ അങ്ങനെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി 45. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആൻസർ കിട്ടി. നിങ്ങൾക്ക് അതിന് ഞാനിപ്പോ അവിടെ 6 പ്ലസ് 9/2 ഒരു ഫ്രാക്ഷൻ സോൾവ് ചെയ്യാനായിട്ട് നിന്നില്ല. സിക്സുകൾ സെപ്പറേറ്റ് ചെയ്തു. അതേപോലെ ആ 2 ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞൊന്നുമില്ല. ഡയറക്റ്റ് 2 ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്ത് ഫ്രാക്ഷൻ ആക്കി എടുക്കുക ചെയ്ത കേട്ടാ. അത് സോൾവ് ചെയ്തെടുക്കുക ചെയ്ത്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് n ഈസ് എ പോസിറ്റീവ് ഇന്റീജർ then 3 raised to 2n plus 2 minus 8n minus 9 is divisible by what എന്നല്ലേ ചോദിച്ചേക്കണേ. ഇപ്പൊ നമുക്ക് ഒരു പോസിറ്റീവ് ഇന്റീജർ അല്ലേ? ഈ നമ്പറിനെ വേറൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന സംഭവം ആ നമ്പറിന്റെ ഒരു ഫാക്ടർ ആവണ്ടേ? അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു കാര്യം ചെയ്യാം. n ഈക്വൽ ടു 1 ഇട്ട് കൊടുക്ക്. അതിന്റെ ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക്. മനസ്സിലായി? n is a പോസിറ്റീവ് ഇന്റീജർ അല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ ഏറ്റവും പോസിറ്റീവ് ഇന്റീജർ ഏറ്റവും ചെറിയ നമ്പർ എത്ര? n ഈക്വൽ ടു 1 അല്ലേ? n ഈക്വൽ ടു 1 അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. അപ്പൊ എന്താ വരാ? 3 റൈസ് ടു 4 വരും. മൈനസ് 8 മൈനസ് 9 വരും അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? 3 റൈസ് ടു 4 എന്ന് പറയുന്നത് 81 മൈനസ് 8 മൈനസ് 9 എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? അത് 64 അല്ലേ നമുക്ക് കിട്ടുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഫിഫ്ത് പ്രോബ്ലത്തിലേക്ക് പോവാം. The three angles of a triangle are in AP. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ സം എത്രയായിരുന്നു? 180 അല്ലേ? 3 angles AP എന്ന് പറയുമ്പോൾ 3 ആൾക്കാർ ആരൊക്കെയാ?
എ പ്ലസ് ഡി, അതേപോലെ എ പ്ലസ് 2d അല്ലെ. ഈ 3 പേര് നമ്മൾ ഒരു ജനറൽ കേസ് പോലെ എടുത്തതാണ്. പക്ഷെ ഇവര് 3 പേരും സം ചെയ്താൽ എത്ര കിട്ടാൻ പാടുള്ളൂ? 180 അല്ലെ. കാരണം സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ 180 ആണ്. അപ്പൊ അവിടുന്ന് 3a പ്ലസ് 3d എന്ന് പറയുന്നത് 180 അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു എ പ്ലസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ആണ്. ഓർ എ പ്ലസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 60 നമുക്ക് കിട്ടിയില്ലേ. ഇനി മറക്കരുതേ, 60 ഡിഗ്രി എന്നാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എ പ്ലസ് ഡി എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ 3 നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി കിട്ടി അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി മറക്കരുത് ഒരു കാര്യം, ഒരു ട്രയാങ്കിള് അതിന്റെ ആംഗിളുകൾ അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ നടുക്കത്തെ ടേം ഈസ് ഓൾവേസ് 60 ഡിഗ്രി. അത് മറക്കരുത് കേട്ടാ. അപ്പൊ അതില് 60 ഡിഗ്രി ആണ് നടുക്കത്തെ ടേം എന്ന് കിട്ടി. ഇനി നോക്കിയാൽ സ്മോളസ്റ്റ് ആംഗിൾ 20 തന്നുണ്ട്. സ്മോളസ്റ്റ് ആംഗിൾ 20, പിന്നത്തെ 60, അങ്ങനെയാണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? നമുക്ക് 100 അല്ലേ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കോമൺ ഡിഫറൻസ് വെച്ച് കൂട്ടി കൂട്ടി പോവാം. അല്ലെങ്കിൽ രണ്ട് ആംഗിൾ തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആൾ കണ്ടുപിടിക്കാൻ സുഖമല്ലേ. എങ്ങനെയാ? രണ്ടും കൂടി കൂട്ടിയിട്ട് 180 മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 100 കിട്ടി. അടുത്തത്, ഇഫ് ഫിഫ്ത് ടേം ഓഫ് എൻ എ പി is 0. ഫിഫ്ത് ടേം 0 ആണ് അല്ലെ. ഫിഫ്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് 4d. അപ്പൊ നമുക്ക് എ പ്ലസ് 4d ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ റേഷ്യോ ഓഫ് 10th ടേം ടു 15th ടേം കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞേക്കണേ. അപ്പൊ 10th ടേമിന്റെയും അതേപോലെ തന്നെ 15th ടേമിന്റെയും കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണേ. 10th ടേം എന്ന് പറഞ്ഞാൽ എന്താ? A10 ബൈ A15 കണ്ടുപിടിക്കാനല്ലേ. എന്ന് പറഞ്ഞാൽ അത് എന്താ വരുന്നത്? എ പ്ലസ് 9d ഡിവൈഡഡ് ബൈ എ പ്ലസ് 14d അല്ലേ. ഇവിടെ നോക്കിയേ, എ പ്ലസ് 4d ഈക്വൽ 0 അല്ലേ. ദെൻ എ ഈക്വൽ ടു മൈനസ് 4d അല്ലേ. അതുകൊണ്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എക്ക് പകരം മൈനസ് 4d പ്ലസ് 9d ഡിവൈഡഡ് ബൈ മൈനസ് 4d പ്ലസ് 40d. കാൽക്കുലേറ്റ് ചെയ്യൂ. എന്താ കിട്ടാ? 9 ൽ 4 പോയി കഴിഞ്ഞാൽ 5d ഡിവൈഡഡ് ബൈ 10d. എത്ര കിട്ടി? 5/10 എത്രയാണ്? 1/2 ആണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:2 ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് എ സീരീസ് തന്നേക്കാണ് 3025 അല്ലെ. അപ്പൊ ഒരു കാര്യം ഉണ്ടേ, നമ്മളുടെ സം ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണെന്നറിയോ? സം ഓഫ്, അതായത് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്രാ പ്ലസ് ഓഡ് നമ്പറിന്റെ nth ടേം എന്താ? 2n-1 അല്ലെ. എന്ന് പറഞ്ഞാൽ അത് എന്താ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ അല്ലേ. അതിൽ 1 ക്യാൻസൽ ആയി, 2 ക്യാൻസൽ ആയി. അപ്പൊ n². അപ്പൊ 1 മുതൽ തുടങ്ങുന്ന n എണ്ണം എന്തെന്ന്? ഓഡ് നമ്പേഴ്സിന്റെ സമ്മ n². ഇപ്പൊ പറഞ്ഞേക്കുന്നത് 1 മുതൽ തുടങ്ങിയിട്ടുള്ള സമ്മ 3025. അപ്പൊ നമുക്ക് നോക്കിയാ പോരെ. n² 25. ഏത് നമ്പറിന്റെ? സോറി, 25 അല്ല, 3025 അല്ലെ. 3025. അതായത് എത്രയോ എണ്ണം എത്രയെന്ന് അറിയില്ല. പക്ഷെ സമ്മ എത്രയാ? 3025. ഓഡ് നമ്പറിന്റെ സമ്മ കൊണ്ടിട്ട് ലൊക്കേഷൻ n² അല്ലേ. സോ n² ഈക്വൽ ടു 3025 കൊടുക്ക്. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് നമുക്ക് 3025 വരുന്നത്? 55ന്റെ അല്ലേ. 55 × 55 ആണ് നമുക്ക് എന്ത് വരുന്നത്? 3025 വരുന്നത്. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം കേട്ടാ. അടുത്തത്, ഇൻ എൻ എ പി 8th ടേം ഈസ് -12 അല്ലെ. 8th ടേം എന്ന് പറഞ്ഞാൽ അത് എന്താ? എ പ്ലസ് 70 അല്ലേ. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? -12 തന്നിട്ടുണ്ട്. സിമിലർലി 14th ടേം ഈസ് 12 അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ പ്ലസ് 14 എന്ന് പറഞ്ഞാൽ എന്താ? 13d അല്ലെ. n-1 × d അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 12 അല്ലെ. കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെയാ? 11th ടേം. 11th ടേം എന്ന് പറഞ്ഞാൽ എന്തെന്നാ? എ പ്ലസ് 10d അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതൊന്ന് നമുക്കപ്പോ ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് എന്താ വരാ? ഈ സൈഡിൽ 0 വരും. ഇവിടെ 2a പ്ലസ് 20d ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. അപ്പൊ ഞാൻ ഇതിനെ 2 ഒന്ന് പുറത്തേക്ക് എടുത്തോട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോ ബാക്കി ആരുണ്ട്? a പ്ലസ് 10d ഈസ് ഈക്വൽ ടു 0. കഴിഞ്ഞു. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് 9th ക്വസ്റ്റ്യനിൽ പറയുന്നത്? സം ഓഫ് ഓൾ 2-digit numbers which leave a remainder 4 when they are divided by 6. അപ്പൊ നമ്മുടെ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ലേ, അതിന്റെ കൂടെ നമ്മൾ 4 ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സം ഓഫ് ഓൾ 2 digits അല്ലേ വേണ്ടത്. നമുക്ക് 2 digits എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ തുടങ്ങണം? ആക്ച്വലി 2 digits സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മുതൽ 99 വരെയാണ്. നമുക്ക് അതിൽ എന്തും കൂടി വേണം? 6ന്റെ മൾട്ടിപ്പിൾസ് ആവണം. അതിന്റെ കൂടെ 4 ആഡ് ചെയ്യണം അല്ലെ.
അപ്പൊ ആലോചിച്ച് നോക്കിയേ, 1 6 അല്ലേ, +4 ആഡ് ചെയ്യും, അപ്പൊ 10. അപ്പൊ ആദ്യത്തെ ആള് 10 ആണ്. അടുത്തതോ 6 ഇൻറ്റു 2 12, 12 + 4 എത്രയാണ്? 16. അപ്പൊ ഇനി നോക്കിയ കോമൺ ഡിഫറൻസ് 6 അല്ലേ, അത് വെച്ച് അങ്ങോട്ട് കൂട്ടി കൂട്ടി പോയാൽ മതി, 24. അങ്ങനെ ലാസ്റ്റത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ 99 അല്ലേ ഉള്ളെ, 99നെ 6 കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കാം എന്താ കിട്ടാന്ന് കേട്ടാ. അപ്പൊ എന്താ വരാ, 1 ഒരു പ്രാവശ്യമല്ലേ 6 പോകുള്ളൂ, അപ്പൊ 1 ഇട്ട് കൊടുക്കുമ്പോ 6 വരും, ബാക്കി 39 വരും, പിന്നെ 6 6 ആർ 36 വരും, ബാക്കി എത്ര വന്നു നമുക്ക്? ബാക്കി നമുക്ക് 3 വരും അല്ലെ. 99 കഴിഞ്ഞപ്പോ 100 വരുമ്പോഴാണ് നമുക്ക് എന്ത് വരാൻ വേണം? 4 വരാൻ വേണം. പക്ഷെ അത് 3 ഡിജിറ്റ് ആയില്ലേ, അപ്പൊ നമ്മൾ അവിടെ നിന്ന് മൈനസ് ചെയ്ത് 99 കുറവിലേക്ക് വായോ. അപ്പൊ അങ്ങനെ വരുമ്പോ എത്രയാ? 94നെ വേണം നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ നമുക്ക് കിട്ടാൻ പോകുന്നത് 4 ആണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. എത്ര ആൾക്കാരുണ്ടെന്ന് അറിയണ്ടേ നമുക്ക്? എത്ര ആൾക്കാരുണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയാം? ഈ എ പ്ലസ് n-1 ഇൻറ്റു ഡി, എത്രയോമത്തെയോ ടേം ആണ് ഡി എന്ന് പറയുന്നത് 94 അല്ലെ. അതില് അപ്പൊ n എന്ന് പറയുന്നത് എങ്ങനെയാ? n-1 എന്ന് പറയുന്നത് 94 മൈനസ് എ എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ ഡി 6 ചെയ്താ പോരെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എത്ര കിട്ടിയത്? 14 കിട്ടും അല്ലെ. അങ്ങനെ അവിടെ നിന്ന് n = 14 + 1 15 നമുക്ക് ടേംസും കിട്ടി. സമ്മ് കണ്ടുപിടിക്കല്ലേ വേണ്ടു. ഇനി സമ്മിന്റെ ഇക്വേഷൻ എന്താ? സമ്മ് എത്ര എണ്ണത്തിന്റെ? 15 ടേമിന്റെ സം എന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം 10, ലാസ്റ്റ് ടേം 94 അല്ലേ. ശരിയല്ലേ? ഇത് നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പൊ ഇത് 94 നമ്മൾ സോൾവ് 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 94 10 104 സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 780 ആണ് കേട്ടോ. ഓക്കെ, സോ 780 ആണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10ാമത്തെ ആണ്. സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീക്വൻസ് 1 2 4 തന്നേക്കാണ് അല്ലെ. സമ്മിന്റെ ഇക്വേഷനിൽ തന്നേക്കണ എങ്കിൽ ഈ ഇക്വേഷനിൽ 1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടണം? ഫസ്റ്റ് ടേം കിട്ടും. 2 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ടേം ആണോ കിട്ടുക? അല്ല, ഫസ്റ്റത്തെയും രണ്ടാമത്തെയും കൂടി സം, ദാറ്റ് ഈസ് നമുക്ക് 3 കിട്ടണം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? n = 1 ഇട്ട് കൊടുത്താൽ നമുക്ക് 1 കിട്ടണം. n = 2 ഇട്ട് കൊടുത്താൽ എത്ര കിട്ടണം? നമുക്ക് 3 ആണ് കിട്ടേണ്ടത്. 3 എന്ന് പറയുന്നത് ആദ്യത്തെ 2 ടേമിന്റെ സം കേട്ടാ. അപ്പൊ അത് കിട്ടുന്ന ഇത് കണ്ടുപിടിച്ചാൽ മതി ഇതിന്ന്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയേ, n × n² + 1 ഡിവൈഡഡ് ബൈ 2 ല് n ന് 1 ഇട്ട് കൊടുക്കുക. n ന് 1 ഇട്ട് കൊടുത്താൽ എന്താ? 2/2 1 കിട്ടി അല്ലെ. അപ്പൊ എല്ലാവരും അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അഥവാ 1 തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് 2 ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുക്കുമ്പോ 3 കിട്ടുന്നത് ആരാ നോക്കി നോക്ക്. ഇതിനകത്ത് തന്നെ 2 ഇട്ട് കൊടുത്തേ. 2 ഇട്ട് കൊടുത്താൽ എന്താ? 2 × 2² + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? നോട്ട് ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് അടുത്ത ടേമിൽ ഇട്ട് കൊടുക്കുക. n × n² + 5 അല്ലേ, അതിനകത്ത് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോ 2 × 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 + 5 ഡിവൈഡഡ് ബൈ 6 അല്ല കിടക്കുന്നത്. സോ ദിസ് ഈസ് 3. 5 4 9, 9/3 എത്ര കിട്ടി? 3 കിട്ടി ആൻസർ. ഇനി അഥവാ ഈ 3 ഉള്ള വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്ക്, എങ്കിൽ നിങ്ങൾ അടുത്തൊരു ടേം n = നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 3 ഇട്ട് കൊടുക്കാം. n = 3 ആണെങ്കിൽ 1 + 2 + 4ന്റെ സം, അതായത് 6 6 1 7 കിട്ടണം. 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതായിരിക്കും ഇത്രയും എളുപ്പം സമ്മിന്റെ കാര്യത്തിൽ. ഓക്കെ, 11th പ്രോബ്ലം ആണ്. ഇഫ് the two positive numbers are in the ratio 3:2. അപ്പൊ 2 പോസിറ്റീവ് നമ്പേഴ്സ് അറിയാത്തത് കൊണ്ട് ഞാൻ അവരെ റേഷ്യോ അല്ലേ, അപ്പൊ a/b, എയും ബിയും ആണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3/2 അല്ലേ. ഇപ്പൊ ഇവിടെ എടുത്ത കേസിൽ ഞാൻ a ആണ് ഗ്രേറ്റർ എടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കണം കേട്ടോ. a is greater than b. ഓക്കെ, നിങ്ങളിപ്പോ തിരിച്ചെടുക്കുന്നു വെച്ചിട്ട് യാതൊരു ഇത് കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് a and g are arithmetic mean അല്ലേ. ആൻഡ് arithmetic mean അല്ലെ geometric mean എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാധനത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാണ് നമ്മുടെ ആവശ്യം. ശരിയല്ലേ? സാധാരണ നമുക്ക് arithmetic mean geometric mean ഡെഫിനിഷൻ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? a/g എന്നാണ് arithmetic mean ഡിവൈഡഡ് ബൈ geometric എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത്? a + b ഡിവൈഡഡ് ബൈ 2 ആയിരുന്നില്ലേ? a + b ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു arithmetic. geometric എന്ന് പറയുന്നത് √ab ആയിരുന്നു. this is equal to a + b ഡിവൈഡഡ് ബൈ 2√ab. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഡിവിഡൻഡ് റൂൾ അപ്ലൈ ചെയ്യാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ a + g ഡിവൈഡഡ് ബൈ, അതായത് ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യാം. ന്യൂമറേറ്റർ അതായത് a + b പ്ലസ്
ടു റൂട്ട് എ ബി ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് ടു റൂട്ട് എ ബി ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഇത് നമുക്ക് അറിഞ്ഞൂടെ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അല്ലേ, അതിൽ എക്ക് പകരം റൂട്ട് ഇട്ട് കൊടുക്കണം, എന്നാലല്ലേ സ്ക്വയർ എടുക്കുമ്പോൾ എ ആയി തന്നെ മാറുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് എ, താഴത്തെ അതിന് നേരെ ഓപ്പോസിറ്റ് ഇല്ല മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ. ശരിയല്ലേ, നമുക്ക് രണ്ട് സാധനങ്ങൾ കിട്ടിയത് ഇപ്പോ. അപ്പൊ അപ്പുറത്തെ സൈഡിൽ രണ്ടോടത്തും സ്ക്വയർ ഉണ്ട് അല്ലെ, അപ്പൊ ഞാൻ ആ സ്ക്വയർ ഇപ്പുറത്തേക്ക് റൂട്ട് ആക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂട്ട് എ പ്ലസ് ജി ഡിവൈഡഡ് ബൈ റൂട്ട് എ മൈനസ് ജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഡിവൈഡഡ് ബൈ റൂട്ട് എ മൈനസ് റൂട്ട് ബി. അങ്ങനെ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ആ ഡിവിഡൻഡ് റൂൾ ഒരെണ്ണം കൂടി അപ്ലൈ ചെയ്യാം. നമുക്ക് ഇതെന്തായിരുന്നു, റൂട്ട് എ പ്ലസ് ജി ഡിവൈഡ് റൂട്ട് എ മൈനസ് ജി എന്ന് പറയുന്നത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഡിവൈഡഡ് ബൈ റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്ന് കിട്ടി അല്ലെ. നമുക്ക് വീണ്ടും ഡിവിഡൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. ഇവിടെ എന്താ വേണ്ട, മുകളിൽ പ്ലസ് ആണ് വേണ്ടത് അല്ലെ, രണ്ടും. അപ്പൊ അത് വരുമ്പോ എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് എ പ്ലസ് ജി പ്ലസ് റൂട്ട് എ മൈനസ് ജി, അതായത് ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക, ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ റൂട്ട് എ പ്ലസ് ജി മൈനസ് റൂട്ട് എ മൈനസ് ജി. ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ചോദ്യത്തിന് ആവശ്യമുള്ളതായി അല്ലെ. ഇതേപോലെ തന്നെ റൈറ്റ് സൈഡ് ചെയ്യൂ. ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ റൂട്ട് എ പ്ലസ് റൂട്ട് ബി പ്ലസ് റൂട്ട് എ മൈനസ് റൂട്ട് ബി ഡിവൈഡഡ് ബൈ റൂട്ട് എ പ്ലസ് റൂട്ട് ബി മൈനസ്, അവിടെ അതിന്റെ ഉള്ളില് നെഗറ്റീവ് എടുക്കുന്നുണ്ട്, ഞാനൊന്ന് ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, റൂട്ട് എ മൈനസ് റൂട്ട് ബി. ഇത് കട്ട് ചെയ്ത് വരുമ്പോ എന്താ, മുകളിൽ നമുക്ക് റൂട്ട് ബി യെ ക്യാൻസൽ ചെയ്യാൻ പോണം അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂട്ട് എ പ്ലസ് റൂട്ട് എ എന്ന് പറയുന്നത് ടു റൂട്ട് എ കിട്ടും ഡിവൈഡഡ് ബൈ താഴത്തെ അതേപോലെ എ ആയിട്ട് ക്യാൻസൽ ആയി പോയിട്ട് ടു റൂട്ട് ബി കിട്ടി അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു ടു ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് റൂട്ട് എ ബൈ റൂട്ട് ബി കിട്ടി. ഇനി നോക്കി ചോദ്യത്തിൽ നമുക്ക് എന്ത് വേണം, അതിന്റെയും സ്ക്വയർ എടുക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ഈ റൂട്ട് എ ബൈ റൂട്ട് ബിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ അത് എ ബൈ ബി ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂട്ട് എ പ്ലസ് ജി പ്ലസ് റൂട്ട് എ മൈനസ് ജി ഡിവൈഡഡ് ബൈ റൂട്ട് എ പ്ലസ് ജി മൈനസ് റൂട്ട് എ മൈനസ് ജിയുടെ ഫുൾ ഓൾ സ്ക്വയർ നമ്മൾ എടുക്കാണ് ലെഫ്റ്റ് സൈഡില്. അപ്പുറത്തെ സ്ക്വയർ എടുക്കാൻ എന്തായി, റൂട്ട് എ ബൈ ബി എന്ന് പറയുന്നത് എ ബൈ ബി ആയി അല്ലെ. എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ്, എത്രയത് 3/2. സോ നമുക്ക് എന്ത് കിട്ടി, 3/2 ഇസ് ദ ആൻസർ, ഓപ്ഷൻ എ. 12th പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത് ഇതുപോലെ തന്നെ വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യായിരിക്കും എളുപ്പം. സം ഓഫ് ദ സീരീസ് 1/2 into 5, 1/5 into 8, 1/8 into 11, ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്നത്. അതിൽ സം ആണ് ഇവിടെ തന്നേക്കണം നമുക്ക്. അപ്പൊ ഒന്ന് ഇട്ട് കൊടുത്താൽ ഒന്നാമത്തെ ടേം, രണ്ട് ഇട്ട് കൊടുത്താൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ടേമിന്റെ സം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇട്ട് കൊടുത്താൽ എന്ത് വേണം, 1/2 into 5 എന്ന് കിട്ടണം അല്ലെ. അല്ലെങ്കിൽ 1/10 കിട്ടിയാലും മതി, എന്തായാലും കുഴപ്പമില്ല. ആദ്യത്തെ n divided by 2 into 3n plus 2 n-ന് 1 ഇട്ട് കൊടുത്ത് നോക്കി എന്താ കിട്ടാൻ പോണേ, 1 divided by 2 into 5 കിട്ടിയത്. അപ്പൊ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ വേറെ എവിടെയെങ്കിലും നോക്കി, ഇവിടെ അത് കിട്ടില്ല, അതേപോലെ ഇവിടെ കിട്ടില്ല. ഇനി ഇവിടെ കിട്ടുമോ നമുക്ക്, താഴത്തത് ഓപ്ഷൻ ബി കിട്ടുമോ നോക്കിയേ. 2n divided by 3 into 3n plus 2-നകത്ത് n-ന് 1 ഇട്ട് കൊടുത്താൽ കിട്ടാൻ പറ്റുന്നത് 2 divided by 3 into 5 ആ. നമുക്ക് കാര്യമില്ല അല്ലെ, നമുക്ക് 1 divided by കിട്ടണം എന്ന് പറഞ്ഞ ഓപ്ഷൻ എ കൺഫേം. ഓക്കെ അല്ലേ. അടുത്തത് 13ാമത്തെയാണ്. ഇഫ് ദ ഫസ്റ്റ് ടേം ആൻഡ് nth ടേം ഓഫ് എൻ ജോമെട്രിക് പ്രോഗ്രഷൻ ആർ എ ആൻഡ് ബി എന്നാണ്. ഫസ്റ്റ് ടേം എ ഉണ്ട്, നമ്മുടെ ജനറൽ എന്തായിരുന്നു, എ കോമ എ ആർ സ്ക്വയർ എക്സെട്ര എ ആർ റൈസ് ടു n മൈനസ് 1 അല്ലെ. അയാളെയാണ് ബി എന്ന് പറഞ്ഞു വെച്ചേക്കണം ചോദ്യത്തില്. ഓക്കെ, റെസ്പെക്റ്റീവ്ലി പി ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് n ടേംസ് എന്നാ പറഞ്ഞേക്കണേ. പി എന്ന് പറയുന്നത് ആദ്യത്തെ n ടേമുകളുടെ പ്രൊഡക്റ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതെന്താ, P is equal to, നോക്കിയേ ഇവിടെ എകൾ എത്ര എണ്ണം വരും, n എണ്ണം അല്ലേ വരാൻ പോണത്.
എണ്ണം എന്ന് പറയുമ്പോ a റൈസ് ടു n വന്നു. ആറോ r റൈസ് ടു 6, r റൈസ് ടു 2, r റൈസ് ടു 3 അല്ലേ എന്ന് പറയുമ്പോ ഇൻഡു ചെയ്യുമ്പോ പവറുകളൊക്കെ ആഡ് അല്ലേ ചെയ്യാ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര അപ് ടു n-1 ടേംസ് അല്ലേ ഉള്ളത് 1 തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സം ആയിട്ട് എഴുതുമ്പോ a റൈസ് ടു n ഉം അതേപോലെ r റൈസ് ടു സമ്മിന്റെ ഇക്വേഷൻ പ്രകാരം എന്താ വരിക അത് n ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ 2 അല്ലേ വരാ. ഓക്കെ അല്ലേ. ഇനി നോക്കുക എല്ലാ ഓപ്ഷനിലും a ഇൻറ്റു ബി ഒക്കെ എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് a ഇൻറ്റു ബി സൈഡ് ആയിട്ട് എഴുതി വെച്ച് നോക്കി നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. അപ്പോ അതിന് വേണ്ടിയിട്ട് a ഇൻറ്റു ബി കാൽക്കുലേറ്റ് ചെയ്യാം. a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ അതെന്താ a ഇൻറ്റു ബി എന്ന് പറയുന്നത് a r റൈസ് ടു n-1 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ a സ്ക്വയർ r റൈസ് ടു n-1 ശരിയല്ലേ. a സ്ക്വയർ r റൈസ് ടു n-1. അപ്പൊ ഇനി നമുക്ക് അപ്പൊ അതവിടെ കിടന്നോട്ടെ. നമുക്ക് ഇനി അത് എവിടെയെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. ഇനി ഈ ടേമിൽ നിന്ന് ഇവിടെയും a റൈസ് ടു n ഉണ്ട്. p ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടില്ലേ അതിൽ എക്ക് പവർ n ഉണ്ട് r-ന്റെയും പവറിൽ n കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അത് ഇപ്പത്തെ സൈഡിലേക്ക് എടുക്കാം. അപ്പൊ അത് p റൈസ് ടു 1/n എന്ന് പറയുന്നത് a യും പിന്നെ r റൈസ് ടു n-1 ഡിവൈഡഡ് ബൈ 2 ആയില്ലേ. എന്നിട്ട് പിന്നെ സ്ക്വയറും കൂടി എടുക്കാൻ പോവാ കാരണം അവിടെ ഡിവൈഡ് ബൈ 2 ഇല്ലേ. സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും p റൈസ് ടു 2 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് വരും a സ്ക്വയർ വരും. അതേപോലെ മറ്റേ 2 r-ന്റെ പവറിൽ എടുക്കണം 1/2 ക്യാൻസൽ ആയി പോയിട്ട് r റൈസ് ടു n-1 വരും. ശരിയല്ലേ. അതിൽ നോക്കി a സ്ക്വയർ r റൈസ് ടു n-1 അല്ലെ a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കണേ വിച്ച് ഇസ് ഈക്വൽ ടു a ഇൻറ്റു ബി. ക്ലിയർ ആയില്ലേ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് a ഇൻറ്റു ബി ആയിട്ട് കിട്ടി. അപ്പോ p റൈസ് ടു 2/n എന്ന് പറയുന്നത് എന്താണ് a/n ആണ്. അപ്പൊ p സ്ക്വയറിനെ ഞാൻ അവിടെ നിർത്തി കഴിഞ്ഞാൽ ആ n എനിക്ക് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തൂടെ. അല്ല പവറിൽ എടുക്കണത് അങ്ങോട്ട് പോയില്ലേ. മൾട്ടിപ്ലൈ അല്ല അങ്ങോട്ട് പവർ പോകുമ്പോ 1/n അങ്ങോട്ട് പോകുമ്പോ പവറിൽ n ആവും ട്ടാ. ദിസ് ഇസ് ഈക്വൽ ടു a ഇൻറ്റു ബി ഓൾ റൈസ് ടു n കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി p സ്ക്വയർ ഈക്വൽ ടു a ഇൻറ്റു ബി ഓൾ റൈസ് ടു n. അതായത് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീരീസ് നമുക്കിവിടെ തന്നേക്കാം. അപ്പോഴും സം അല്ലേ. നേരത്തെ പോലെ തന്നെ n-ന് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടേണ്ടത് 1 കിട്ടണം. നമ്മുടെ സീരീസ് എന്താണ് 1/2 ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം 1/2 ആണ്. ഇനി n-ന് 2 ഇട്ട് കൊടുത്താൽ എന്താ കിട്ടേണ്ടത് 1/2 പ്ലസ് 3/4 കിട്ടണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് കിട്ടി നമുക്ക് 5 ഡിവൈഡ് ബൈ 4. അപ്പൊ n ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ 1/2 കിട്ടുന്ന ആളും അതേപോലെ n ഈക്വൽ ടു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5/2 കിട്ടുന്ന ആളും നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക 1 മൈനസ് 2 റൈസ് ടു n. 1 മൈനസ് 2 റൈസ് ടു -1 അല്ലേ തന്നിരിക്കുന്നത്. -1 ആണ് കേട്ടോ അത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അപ്പൊ 1 മൈനസ് 1/2 റൈസ് ടു n എന്നല്ല അർത്ഥം. അതാണ് നമ്മുടെ സാധനം കേട്ടോ. നിങ്ങൾ n-ന് 1 ഇട്ട് കൊടുത്തേ. n-ന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ n ഈക്വൽ ടു 1-ന് 1/2 കിട്ടും. കാരണം 1 മൈനസ് 1/2. n ഈക്വൽ ടു 2 ഇട്ട് കൊടുത്താലോ n ഈക്വൽ ടു 2 ഇട്ട് കൊടുത്താൽ കിട്ടാൻ പോകുന്നത് 1 മൈനസ് 1/4 ആണ്. എന്നാൽ 4 മൈനസ് 1 3/4 അല്ലേ കിട്ടാ അപ്പൊ ഓപ്ഷൻ എ നമുക്ക് പറ്റില്ല. ഇനി ഓപ്ഷൻ ബി എടുക്കൂ. n-ന് 1 ഇട്ട് കൊടുത്താൽ ഓപ്ഷൻ ബി എന്താ n+1 പ്ലസ് 2 റൈസ് ടു -n ആണ്. അപ്പൊ n+1 പ്ലസ് 1/2 റൈസ് ടു n അല്ലേ. അവിടെ ഒക്കെ പ്ലസ് ആണ് അല്ലേ. n-ന് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് 1/2 കിട്ടാൻ യാതൊരുവിധ മാർഗവും ഇല്ല. അപ്പൊ ഓപ്ഷൻ ബിയും ഡിലീറ്റഡ് ആണ്. ഇനി നമുക്ക് അപ്പൊ ഓപ്ഷൻ സിയും ഇട്ട് കൊടുക്കാം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് n-1 പ്ലസ് 2 റൈസ് ടു -n അല്ലെ. അവിടെ എന്ന് പറഞ്ഞാൽ n-1 പ്ലസ് 1/2 റൈസ് ടു n. n-ന് 1 ഇട്ട് കൊടുക്കുക എന്താ കിട്ടുക n ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് 1/2 കിട്ടി. അത് ഓക്കെ ആയിട്ടുണ്ട്. n-ന് 2 ഇട്ട് കൊടുത്താൽ എന്താ നിങ്ങൾക്ക് കിട്ടുക 2 മൈനസ് 1 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ എന്താ 1 പ്ലസ് 1/4 കിട്ടിയില്ലേ 5/4 എന്ന് പറയുന്നത്. സോ 1 ഇട്ട് കൊടുത്തപ്പോ 1/2 കിട്ടി. 2 ഇട്ട് കൊടുത്തപ്പോ 5/4 കിട്ടി. ഏതാ നമ്മുടെ ഉത്തരം വന്നേക്കണത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം ഓഫ് 2 ഡിജിറ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. സം ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് വേണം വിച്ച് ലീവ് റിമൈൻഡർ ട്രൂ വെൻ ദേ ആർ ഡിവൈഡഡ് ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ. അപ്പൊ 4-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കാവുന്ന 4 4 2 4 8 റിമൈൻഡർ വേണ്ട നമുക്ക് 2. അപ്പൊ 10 തൊട്ടല്ലേ നമുക്ക് തുടങ്ങാനായിട്ട് പോകുന്നത്. ആരൊക്കെയാ 10 14
18, അതേപോലെ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 98 അത് നിങ്ങൾ 99 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കുക. അങ്ങനെ റിമൈൻഡർ 2 കിട്ടുന്ന ആൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ അത്രയും കിട്ടിയില്ല നമുക്ക് ആദ്യം ഇവിടെ എത്ര പേരുണ്ടെന്ന് അറിയണ്ടേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്? 98 എന്ന് എടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് n എന്ന് പറയുന്നത് എന്ത് കിട്ടി? 98 മൈനസ് 10 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുമല്ലോ. അപ്പൊ കോമൺ ഡിഫറൻസും പോട്ടെ, നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടുമല്ലോ. ദിസ് ഇസ് ഈക്വൽ ടു 23 ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടി. നമുക്ക് സം കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. സം 23 ആൾക്കാരുടെ സം ആണ് അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു 23 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 10 പ്ലസ് 98. ദിസ് ഇസ് ഈക്വൽ ടു 23 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 108. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1242 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് തന്നേക്കാണ്. നീഡഡ് ടു ഗേവ് ദ സം. സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്, എന്നെ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തില് 1, 1/2, 1/4 എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾ അത് എന്താ, അരിത്തമാറ്റിക് ആണോ ജോമെട്രിക് ആണോ? ജോമെട്രിക് അല്ലേ. 1/2 വെച്ച് പോയേക്കണ്. നമുക്ക് കോമൺ റേഷ്യോ ആണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. 1/2 സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്ത് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ തേർഡ് ബൈ സെക്കൻഡ് ചെയ്താൽ മതി, ഏതായാലും കുഴപ്പമില്ല. 1/2 കിട്ടി അല്ലെ. സമ്മിന്റെ അല്ലേ തന്നേക്കണ, സമ്മിന്റെ ഇക്വേഷൻ അല്ലേ ഇത്. ലെസ് ദാൻ 1 അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഏതാ വരാ? സമ്മിന്റെ സമ്മ് ഈസ് ഈക്വൽ ടു ഏതാ വരുന്നത്? 1 മൈനസ് എ ഇൻറ്റു 1 മൈനസ് r⁻n ഡിവൈഡഡ് ബൈ 1 മൈനസ് r അല്ലേ നമ്മുടെ ഇക്വേഷൻ വരാൻ പോണത്. അപ്പൊ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാ? എ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഇൻറ്റു 1 മൈനസ് 1/2n ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1023 ഡിവൈഡഡ് ബൈ 512 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 മൈനസ് 1/2 1/2 അല്ലേ. ഇത് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യൂ, അങ്ങോട്ട് പോട്ടെ അപ്പുറത്തേക്ക്. അപ്പൊ 1 മൈനസ് 1/2 ഓൾ റൈസ് ടു n എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? 1023 ഡിവൈഡഡ് ബൈ 512 ഇൻറ്റു 2 വന്നത് ഈ ഡിനോമിനേറ്ററിൽ 2 ആണ് കേട്ടോ. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ 1/2 വരാം. അപ്പൊ അത് അപ്പുറത്തേക്ക് പോകുമ്പോ താഴെ തന്നെ വരാം കേട്ടോ. എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 അല്ല വരാ. ആ 2 അപ്പുറത്തേക്ക് പോയപ്പോ 1/2 വന്നു. എന്ന് പറഞ്ഞാൽ 512 ഇൻറ്റു 2 എത്രയാ? 512 ഇൻറ്റു 2 വന്നു. ദിസ് ഇസ് ഈക്വൽ ടു 1024 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/2 ഓൾ റൈസ് ടു n എന്ന് പറയുന്നത് 1 മൈനസ് 1023 ഡിവൈഡഡ് ബൈ 1024 അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 10 to 4. ഇത് നിങ്ങൾക്ക് അറിയോ 2ന്റെ എത്രാമത്തെ പവർ ആണ്? ഇത് 1/2 റൈസ് ടു 10 ആണ്. അപ്പൊ രണ്ടും കൂടി ഇനി കവർ ചെയ്യും. 1/2 റൈസ് ടു n ഉം അതേപോലെ 1/2 റൈസ് ടു 10 കൂടി കമ്പയർ ചെയ്യൂ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? n ഈക്വൽ ടു 10 ആൻസർ കിട്ടി. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഈസ് n സ്ക്വയർ പ്ലസ് n അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ടേംസ് അത് എഴുതി കൂടെ? എന്നിനെ ഒന്നിട്ട് കൊടുത്ത് എന്താ കിട്ടുക? 1 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ആണ് അല്ലെ. അപ്പൊ 2 കിട്ടി. ഇനി എന്നിന് 2 ഇട്ട് കൊടുക്കും നിങ്ങൾ. n സ്ക്വയർ പ്ലസ് എന്നിനകത്ത് n സ്ക്വയർ പ്ലസ് എന്നിനകത്ത് എന്നിന് 2 ഇട്ട് കൊടുക്കും. നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 2ന്റെ സ്ക്വയർ 4, 4 2 6 കിട്ടും. പക്ഷെ ഇത് സെക്കൻഡ് ടൈം അല്ലല്ലോ. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്ത് കളയാ 4. അപ്പൊ 2, 4 പിന്നെ അടുത്തതാര 6. അപ്പൊ ഈവൺ നമ്പേഴ്സ് ആണ് അല്ലെ. അതിന്റെ സമ്മ തന്നിരിക്കുന്നത്. നമ്മളിനി എന്ത് കണ്ടുപിടിക്കണം? അവരുടെ ക്യൂബിന്റെ സമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ക്യൂബ് പ്ലസ് 4 ക്യൂബ് പ്ലസ് 6 ക്യൂബ് പ്ലസ് എക്സെട്ര കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണേ. ഇത് 2 ക്യൂബ് എല്ലാത്തിനും ഒന്ന് പുറത്തെടുത്ത് നോക്കി നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം നമുക്ക് നോക്കാലോ. എല്ലാത്തിനും ഒന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 2 ക്യൂബ് എല്ലാത്തിനും 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ അതായത് 8 2 ക്യൂബ് പുറത്തെടുത്താൽ ബാക്കി അവിടെ കിട്ടാൻ പോണത് 1 പ്ലസ് ബാക്കി ഇവിടെ 2ന്റെ ക്യൂബ് ഉണ്ട്. 6 എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 അല്ലേ. അതിന്റെ 2ന്റെ ക്യൂബ് പുറത്തിറങ്ങി, ബാക്കി 3ന്റെ ക്യൂബ് അവിടെ കിടക്കുന്നുണ്ട്. 3 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു എത്ര വരെ നമുക്ക് അങ്ങനെ ലിമിറ്റ് ഉണ്ടോ? 10 ടേംസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 10 ടേംസ് പറയുമ്പോൾ അപ് ടു 10 ക്യൂബ് വരെ അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ 8 ഇൻറ്റു 1 ക്യൂബ് 2 ക്യൂബിന്റെ സമ്മ ഞാൻ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതെന്താ? n ഇൻറ്റു n പ്ലസ് 1/2 ഓൾ റൈസ് ടു 2. ഇവിടെ n എത്ര പേരുണ്ട്? 10 ഇൻറ്റു 10 പ്ലസ് 1 എത്രയാ? 11 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ ആണ്. ശരിയല്ലേ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്താൽ മതി? ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ പോലെ. ദിസ് ഇസ് ഈക്വൽ ടു
8 ഇൻറ്റു 00 divided by 4 ആണ്, which is equal to 24200. That is option D ആണ് നമ്മുടെ ആൻസർ. അത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If the third term and the sixth term of NGP is 1 and 1/27. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? AR² അല്ലെ, അതെന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തേർഡ് ടേം ആൻഡ് സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ AR⁵ is equal to 1/27 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇതൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്യൂ. അതായത് AR⁵ ഡിവൈഡഡ് ബൈ AR² ഒന്ന് ചെയ്യൂ. A ക്യാൻസൽ ചെയ്തു, 5ത്തെ 3 ബാക്കിയായി, ഈക്വൽ ടു 1/27 ഡിവൈഡ് ബൈ 1. ദിസ് ഈസ് 1/27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R³ നമുക്ക് എത്രയാണ്? 1/27 ആണ്. 1/27 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/3ന്റെ ക്യൂബ് അല്ലേ. അപ്പൊ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ R ഈക്വൽ ടു 1/3 കിട്ടിയില്ലേ നമുക്ക്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? 8ാമത്തെ ടേം അല്ലേ കണ്ടുപിടിക്കേണ്ട. ഏതെങ്കിലും പറഞ്ഞിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അതായത് AR² അല്ല 1 തന്നേക്കണേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ 1/3 ആണ്. എന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? A ഇൻറ്റു 1/r സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/9 ഈക്വൽ ടു 1 അല്ലേ. ദാറ്റ് ഈസ് A ഈക്വൽ ടു 9 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ അതും കഴിഞ്ഞു. കണ്ടുപിടിക്കേണ്ടത് 8ാമത്തെ ടേം ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് AR⁵7 കണ്ടുപിടിക്കണം. ദിസ് ഇസ് ഈക്വൽ ടു A9 ഉണ്ട്, R⁵7 എന്ന് പറയുമ്പോൾ 1/3⁵7. നമുക്ക് 9 വേണമെങ്കിൽ 3 സ്ക്വയറിന് എഴുതാം കേട്ടോ. ഇൻറ്റു 1/3⁵7 എന്ന് പറയുമ്പം രണ്ടെണ്ണം ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി 1/3⁵5 which is equal to 1/243. ഇത് 3/5 ആണ് കേട്ടോ. 243 ആണ് ആൻസർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 18 ക്വസ്റ്റ്യനോളം ചെയ്തിട്ടുണ്ട്, ജോമെട്രിക്കിന്റെ മാത്തമാറ്റിക്കിന്റെ കൂടി ചേർത്തിട്ട്. അപ്പൊ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുന്നില്ല, കുഞ്ഞിതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതി ചെയ്യണേ. അപ്പൊ ഓക്കെ, താങ്ക് യു.